ഞാനിപ്പോൾ ട്രാവലർ ഓടിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം 10 വർഷമായി. ഈ ഫോഴ്സിൻ്റെ ട്രാവലറിന് ഒറ്റ ഒരു കംപ്ലൈൻറ്റേ ഉള്ളൂ. ബ്രേക്ക് ചവിട്ടി പിടിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ ഡ്രമ്മ് ചൂടാവും. ഡ്രമ്മ് ചൂടായി കഴിഞ്ഞാൽ ഈ പെഡൽ താന്നു പോകും. ഇന്നേ വരെ ഈ ഒരു കംപ്ലൈൻറ്റ് ഈ വണ്ടിക്ക് മാറ്റിയിട്ടില്ല. ചേട്ടൻ ഈ വാഹനം ഓടിക്കുമ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്? അങ്ങനെയാണ് നമ്മൾ കയറ്റ ഏത് ഗിയറിൽ കയറുന്നോ ആ ഗിയറിൽ തന്നെ നമ്മൾ കയറ്റം കയറുന്ന ഗിയറിൽ തന്നെ ഇറക്കം ആ ഗിയറിൽ തന്നെ ഇറങ്ങി വരണം. അല്ലാതെ നമ്മൾ ടോപ്പ് ഗിയറോ തേർഡ് ഗിയറോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അന്നേരം നമ്മൾ ബ്രേക്ക് ചവിട്ടും. സ്വാഭാവികമായിട്ടും ഡ്രമ്മ് ചൂടായി കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്ക് പോയിരിക്കും. അതുകൊണ്ടാണ് കമ്പനിക്കാർ പറയുന്നത് ഏത് ഗിയറിലാണോ ഈ വണ്ടി കയറ്റം കയറുന്നത് ആ ഗിയറിൽ ഇറക്കുക. ഇപ്പോൾ പിന്നെ ഊട്ടി ചുരം നമ്മൾ സെക്കൻഡ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ ഇട്ടിരുന്നാൽ മതി. ബ്രേക്കിൽ കാല് വെക്കുകയേ വേണ്ട. ചെറുക വണ്ടി ഇറങ്ങി താഴെ വരും. ഒരു കുഴപ്പമില്ല. അപകടത്തിൽപ്പെട്ട അതേ സെയിം മോഡൽ വണ്ടി തന്നെയാണ് ഇത്. അതും 14 സീറ്റ് വണ്ടി, ഇതും 14 സീറ്റ് വണ്ടി. ഇപ്പോൾ അങ്ങയുടെ ഒരു വിലയിരുത്തലിൽ ആ വാഹനം ഇറങ്ങിയപ്പോൾ ഏത് ഗിയറിലായിരിക്കാനുള്ള സാധ്യതയാണുള്ളത്? അത് കൂടി വന്നാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ തേർഡ് ഗിയർ ഉള്ളിട്ട് കാണും. ഭയങ്കര ചുരമാണ് അത്. സാധാരണ ചുരത്തിനെക്കാട്ടി നല്ല ചുരമാണ്. തേർഡ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ വണ്ടിക്ക് സ്പീഡ് കൂടും. സ്പീഡ് കൂടുമ്പോൾ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി ബ്രേക്ക് ചവിട്ടും. ചവിട്ടി പിടിച്ച് ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഡ്രമ്മ് ചൂടായി. അത്യാവശ്യം അടുത്ത ഒരു എയർ പിൻ വളവ് വന്നപ്പോൾ കാലെടുത്ത് വെച്ചു. ബ്രേക്ക് പെഡൽ താന്നു പോകും. അത് സ്വാഭാവികമായിട്ട് ഈ വണ്ടിക്കുള്ളതാണ്. ഈ വണ്ടി ആര് ഓടിക്കാൻ കയറിയാലും നമ്മൾ പറയുന്ന ഒറ്റ ഒരു കാര്യം ഇതാണ്: കയറ്റം കയറുന്ന ഗിയറിൽ തന്നെ വണ്ടി ഇറങ്ങിയിരിക്കണം. ഇറങ്ങിയാൽ ഒരു കുഴപ്പവുമില്ല. അതായത് ഇപ്പോൾ ആ വാഹനം ഇറങ്ങുമ്പോൾ ഒരു സെക്കൻഡ് ഗിയർ പിടിച്ചിട്ടിട്ട് വാഹനം പതുക്കെ ഇറങ്ങുകയാണെങ്കിൽ അപകടം പറ്റില്ലായിരുന്നു. അങ്ങനെയാണോ തോന്നുന്നത്? അങ്ങനെയാണ് ചെയ്യേണ്ടത്. തോന്നുന്നതല്ല, അങ്ങനെയാണ് ഈ വണ്ടി ഓടിക്കേണ്ടത്. ഇതിൻ്റെ മെത്തേഡ് അങ്ങനെയാണ്. ഇത് കൂടുതലും സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓട്ടം കൂടുതലായി കഴിയുമ്പോൾ TP ഓടാൻ ഓരോ ഡ്രൈവർമാരെ ഏൽപ്പിക്കും. സാധാരണ ചെറിയ കാർ ഓടിക്കുന്നതിന് പെട്ടെന്ന് ഈ ഓട്ടം വരുമ്പോൾ എടുത്തു കൊടുക്കും. ഈ കാർ ഓടിക്കുന്ന സ്റ്റൈലിൽ അവർ ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് ഇറക്കം ഇറങ്ങും. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ഈ അപകടം സംഭവിക്കുക. അല്ലെങ്കിൽ ഈ വണ്ടിക്ക് ഒരു കുഴപ്പവുമില്ല. ഇന്നേ വരെ ദൈവം തമ്പുരാൻ്റെ പ്രാർത്ഥന ഉണ്ട്, നമ്മുടെ എല്ലാം കഴിവുണ്ട്. ഇന്നേ വരെ എനിക്കിങ്ങനെ സംഭവിച്ചിട്ടില്ല. ഏത് കയറ്റം നമ്മൾ ഏത് ഗിയറിൽ കയറുന്നോ ആ ഗിയറിൽ ട്രാവലർ ഇറക്കിക്കൊണ്ട് വരാമെങ്കിൽ ഓരോ അപകടവും സംഭവിക്കത്തില്ല.